ദ ഹങ്കർ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കൊത്തു പൊറോട്ടയാണ്. ഈ പൊറോട്ട തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് 9 പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂണും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 വലിയ സബോള അരിഞ്ഞത് ഇതിൽ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണമെന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തുക. ഇപ്പോൾ പച്ചമുളകിന് കൂടുതൽ എരിവുണ്ടെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി ചേർക്കുന്നത് 1 സ്പൂൺ ഗരം മസാലയാണ്. ഇത് ചേർത്തിട്ട് നല്ലോണം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊറോട്ടയിൽ ഒരുപാട് ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കഷ്ണങ്ങളായിട്ട് കടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക്, നല്ലോണം വെന്ത് കിട്ടണം എന്നുള്ളവർക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കാം. തക്കാളി കഷ്ണങ്ങളായി കടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ തന്നെ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിൽ അടിച്ച് ചേർക്കാം. നേരത്തെ ഉപ്പ് ചേർത്ത കാരണം ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഈ 4 മുട്ട നല്ലോണം ചിക്കിയെടുക്കാം. ഈ മസാലക്കയിൽ പുരണ്ടിട്ട് നല്ലോണം ചിക്കിയെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് എഗ്ഗ് പൊറോട്ടയായിട്ട് ആദ്യം ഉണ്ടാക്കി കാണിക്കാനാണ്. അതിന് ശേഷം ഈ എഗ്ഗ് പൊറോട്ട കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ബീഫ് ചേർക്കുന്നതായിരിക്കും. ഇതെന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുത്തി കൊടുക്കുക. ആ കയ്യിലോണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം പൊറോട്ട അതിൽ നല്ല മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എഗ് പൊറോട്ട മാറ്റി വെച്ചിട്ടുണ്ട് എഗ് പൊറോട്ടയായിട്ട് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കിലോ ബീഫ് വേവിച്ചത്, അതായത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയിട്ട് വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് എഗ്ഗ് കൊത്തു പൊറോട്ടയും ഇത് ബീഫ് എഗ്ഗ് കൊത്തു പൊറോട്ടയാണ്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പൊറോട്ട ഇപ്പോൾ ബാക്കി വരികയാണെങ്കിൽ തന്നെ ഇതുപോലെ കൊത്തു പൊറോട്ടയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ഇല്ലെങ്കിൽ നൈറ്റ് ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.